അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിലെ ഇസ്ഫഹാനിലെ ജയ്യ് ഗ്രാമക്കാരനായ സ്വഹാബി. ആ ഗ്രാമത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. മജൂസി മതത്തിൻ്റെ ഒരു യോഗിയായി തീർന്നിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അവർ താമസിച്ചിരുന്നത് കെടാതെ സൂക്ഷിച്ചാരാധിച്ചിരുന്ന അഗ്നിക്കരികിലാണ്. ഒരു ദിവസം അദ്ദേഹത്തെ പിതാവ് തോട്ടത്തിലേക്ക് അയച്ചു. ക്രൈസ്തവരുടെ ഒരു ചർച്ചിന് മുന്നിലൂടെയാണ് അവിടേക്ക് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടു. അവർ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം അവിടേക്ക് ചെന്നു. അവരുടെ പ്രാർത്ഥന അദ്ദേഹത്തെ ആകർഷിച്ചു. ഇത് ഞങ്ങളുടെ മതത്തേക്കാൾ നല്ലതാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അസ്തമിക്കുന്നതുവരെ അവിടെ കഴിച്ചുകൂട്ടി. അന്ന് തോട്ടത്തിൽ പോയില്ല, വീട്ടിലേക്ക് മടങ്ങിയതുമില്ല. പിതാവ് അദ്ദേഹത്തെ തിരയാൻ വേണ്ടി ആളുകളെ വിട്ടു. ക്രൈസ്തവരുടെ പ്രാർത്ഥന അദ്ദേഹത്തിൽ കൗതുകം സൃഷ്ടിച്ചപ്പോൾ ആ മതത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചു. സിറിയയിലാണെന്ന് അദ്ദേഹത്തിന് മറുപടി കിട്ടി. വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചർച്ചിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടതും അത് തന്നെ ആകർഷിച്ചതും സ്വമതത്തേക്കാൾ തനിക്കത് നന്നായി തോന്നിയതും അദ്ദേഹം പിതാവിനോട് പറഞ്ഞു. തുടർന്ന് അവർ തമ്മിൽ തർക്കമായി. ഒടുവിൽ പിതാവ് അദ്ദേഹത്തെ കാലിൽ ഇരുമ്പ് ചെങ്ങലയിട്ട് ബന്ധിച്ചു. അദ്ദേഹം ക്രൈസ്തവ മതത്തിൽ ചേർന്നെന്നും സിറിയയിൽ നിന്നും യാത്രക്കാർ വരുമ്പോൾ വിവരം തരണമെന്നും അദ്ദേഹം എങ്ങനെയോ ക്രൈസ്തവരെ അറിയിച്ചു. അങ്ങനെ വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം ചെങ്ങല പൊട്ടിച്ച് സിറിയയിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ ക്രൈസ്തവ പുരോഹിതനെ അന്വേഷിച്ചു. ചർച്ചിലെ ഒരു പാതിരിയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തെ സമീപിച്ച് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. പ്രാർത്ഥിച്ചും ആ പാതിരിയെ പരിചരിച്ചും ഒരു ശിഷ്യനായി അദ്ദേഹം അവിടെ കഴിയാൻ ആരംഭിച്ചു. എന്നാൽ ആ പാതിരി മതനിഷ്ഠയില്ലാത്ത ഒരാളായിരുന്നു. സാധുക്കൾക്ക് വിതരണം ചെയ്യാനെന്ന പേരിൽ സംഭാവനകൾ പിരിച്ചെടുത്ത് സ്വന്തം മടിശീല വീർപ്പിച്ചിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. മതഭക്തിയിലും പരലോക ചിന്തയിലും സുഖഭോഗ വിരക്തിയിലുമൊക്കെ അദ്ദേഹത്തെ കവച്ചുവെക്കുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അതിരറ്റ് സ്നേഹിച്ചു. എന്നാൽ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണശയ്യയിലായി. ഈ ഘട്ടത്തിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ എന്നോട് എന്താണ് കൽപ്പിക്കുന്നത്? എനിക്ക് ആത്മീയ നേതാവായി ആരെയാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടി, എൻ്റെ സ്ഥാനം വഹിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, മൗസിൽ എന്ന രാജ്യത്ത്. അങ്ങനെ ആ പാതിരി മരണമടഞ്ഞതോടെ അദ്ദേഹം മൗസിലിലേക്ക് യാത്രയായി. അവിടെ കുറച്ചു കാലം താമസിച്ചു. ആ പുരോഹിതൻ്റെ മരണത്തിന് ശേഷം വീണ്ടും അദ്ദേഹം 1-2 സ്ഥലങ്ങൾ കൂടി താമസിച്ചു. ഒടുവിൽ അമൂരിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പുരോഹിതൻ്റെ അടുത്തെത്തി. അദ്ദേഹം രോഗശയ്യയിലായപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എനിക്ക് ആരെയാണ് നിർദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, കുട്ടി, എന്നെപ്പോലുള്ള ഒരാളെ നിനക്ക് നിർദ്ദേശിച്ചു തരാൻ എവിടെയും കാണുന്നില്ല. പക്ഷേ ഇബ്രാഹീമിൻ്റെ യഥാർത്ഥ മതവുമായി ഒരു ദൈവദൂതൻ വരേണ്ട സമയം അടുത്തിരിക്കുന്നു. ഈന്തപ്പനകൾ നിറഞ്ഞ ഒരു നാട്ടിൽ അദ്ദേഹം അഭയാർത്ഥിയായി ചെല്ലും. അദ്ദേഹത്തോട് കൂറ് കാണിക്കാൻ കഴിയുമെങ്കിൽ നീ അവ്വിധം ചെയ്യുക. വ്യക്തമായ ചില ലക്ഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ധർമ്മസ്വത്ത് അദ്ദേഹം തിന്നുകയില്ല. പാരിതോഷികം സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ 2 കൈപ്പലകൾക്കിടയിൽ പ്രവാചക മുദ്രയുണ്ടാകും. കണ്ടാൽ അദ്ദേഹത്തെ എളുപ്പം തിരിച്ചറിയാൻ നിനക്ക് കഴിയും. തുടർന്ന് ഒരു ദിവസം ഒരു യാത്രാസംഘത്തെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. അവരുടെ നാട് അന്വേഷിച്ചപ്പോൾ അറേബ്യൻ അർദ്ധദ്വീപാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനെ തുടർന്ന് അദ്ദേഹം അവരോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ ഈ പശുക്കളെയും ആടുകളെയും ഒക്കെ നിങ്ങൾക്ക് തരാം, പകരം നിങ്ങളുടെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം. അവർ സമ്മതിച്ചു. അങ്ങനെ അവരോടൊപ്പം യാത്ര തിരിച്ച അദ്ദേഹത്തെ വാദി ഖുറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ വാക്കുമാറുകയും ഒരു ജൂതന് വിൽക്കുകയും ചെയ്തു. ധാരാളം ഈന്തപ്പനകൾ അവിടെയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ഒരു ജൂതന് മറിച്ചു വിറ്റു. ആ ജൂതൻ അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുപോയി. മദീനയിലെത്തിയപ്പോൾ ഇത് ദൈവദൂതൻ്റെ ആഗമന സ്ഥലമായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നി. ഖുറൈള ഗോത്രക്കാരുടെ ഈന്തപ്പന തോട്ടത്തിലായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ജോലി. ഈ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വരുന്നത്. ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ താമസിക്കുകയാണ്. ഒരു ദിവസം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈന്തപ്പനയുടെ തലപ്പത്ത് കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യജമാനൻ ചുവട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയം ആ യജമാനൻ്റെ ഒരു ബന്ധു ആ വഴി വന്നു.
അയാൾ യജമാനോട് പറയുകയാണ്, നബിയാണെന്ന് പറയുന്ന ഒരാൾ മക്കയിൽ നിന്നും വന്ന് ഖുബായിൽ താമസിക്കുന്നുണ്ട്. ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓടുന്നു. ഇത് കേട്ടതും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പരിസരം മറന്നുപോയി. ഈന്തപ്പനയുടെ മുകളിൽ നിന്നും യജമാനൻ്റെ തലയിലേക്ക് അടർന്നു വീഴുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി. വേഗം തന്നെ താഴെ ഇറങ്ങി എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞത്, എന്താണ് വിവരം? ഇത് കേട്ടതും യജമാനൻ ഒരടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്കിതിൽ കാര്യമില്ല, പോയി ജോലി ചെയ്യൂ. അദ്ദേഹം ജോലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. വൈകുന്നേരമായപ്പോൾ സാധനങ്ങളെല്ലാം പെറുക്കി ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അവിടെ അദ്ദേഹത്തിന് ചുറ്റും ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞാൻ നേർച്ചയാക്കിയ കുറച്ച് ധർമ്മത്തിൻ്റെ ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഇവിടെയുണ്ടെന്നറിഞ്ഞപ്പോൾ അർഹതപ്പെട്ടവർ നിങ്ങളാണെന്ന് കരുതി കൊണ്ടുവന്നതാണ്. കാരണം നിങ്ങൾ അന്യനാട്ടുകാരാണല്ലോ, ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്നും ആഹാരം കഴിച്ചില്ല. ഇത് കണ്ടപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ധർമ്മവസ്തു ഭക്ഷിക്കുന്നില്ല, ഇത് ഒരു ലക്ഷണമാണ്. അദ്ദേഹം മടങ്ങിപ്പോയി. പിറ്റേന്ന് വീണ്ടും കുറച്ച് ഭക്ഷണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോടുള്ള ബഹുമാന സൂചകമായി ഞാനൊരു പാരിതോഷികം കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടൊപ്പം ബിസ്മി ചൊല്ലിക്കൊണ്ട് അതിൽ നിന്നും ആഹാരം കഴിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഉറപ്പിക്കുകയാണ്, പാരിതോഷികം ഭക്ഷിക്കുന്നു, ഇത് രണ്ടാമത്തെ ലക്ഷണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയാണ്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയുടെ കൂടെ ജന്നത്തുൽ ബഖീയിലാണ് ഉള്ളത്. ചുറ്റും സ്വഹാബികളുണ്ട്. അദ്ദേഹം ഒരു മുണ്ടുടുക്കുകയും മറ്റൊന്ന് പുതയ്ക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി സലാം ചൊല്ലി. എന്നിട്ട് മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ മുതുകത്തേക്ക് നോക്കുകയാണ്. പ്രവാചക മുദ്രയുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. ഇത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമലിൽ നിന്നും തട്ടമെടുത്ത് മാറ്റി. പുരോഹിതൻ പറഞ്ഞ മൂന്നാമത്തെ ലക്ഷണവും കണ്ടു കഴിഞ്ഞതോടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അടുത്തിരുത്തി. താൻ കടന്നു വന്ന അനുഭവ കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അടിമയായിരുന്നതിനാൽ ബദറിലും ഉഹുദിലും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യജമാനനുമായി മോചനക്കരാർ എഴുതാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മറ്റ് സ്വഹാബികളുടെ സഹായത്തോടുകൂടി അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനായി. ഹിജ്റ 5-ാം വർഷം ഖന്തക് യുദ്ധം നടക്കുന്ന സന്ദർഭം. 24,000-ഓളം പോരാളികളുമായി മക്ക മുശ്രിക്കുകളും ജൂതന്മാരുമടങ്ങുന്ന ഒരു സേന മദീനയെ വലയം ചെയ്യുകയാണ്. ഇതിനെ ഖുർആൻ ചിത്രീകരിച്ചത്, നിങ്ങളുടെ മുകളിലൂടെയും അടിയിലൂടെയും ശത്രുക്കൾ നിങ്ങളെ സമീപിക്കുകയും കണ്ണുകൾ വട്ടം കറങ്ങുകയും ഹൃദയങ്ങൾ തൊണ്ടക്കുഴി വരെ എത്തുകയും അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ പലതും നനയ്ക്കുകയും ചെയ്ത സന്ദർഭം എന്നാണ്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മദീനയെ സംരക്ഷിക്കുക എന്നുള്ളതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വിളിച്ചു ചേർത്തു, കൂടിയാലോചന നടത്തി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു കുന്നിൻ മുകളിൽ കയറി മദീനയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പരിശോധിക്കുകയാണ്. മലകളും പാറക്കെട്ടുകളും കൊണ്ട് വലയം ചെയ്ത് കിടക്കുകയാണ് മദീന. പക്ഷേ ഒരിടത്ത് വിശാലമായ സമതല പ്രദേശമുണ്ട്. അതുവഴി ശത്രുക്കൾക്ക് അനായാസം കടന്നു വരാൻ കഴിയും. പേർഷ്യയിൽ വെച്ച് യുദ്ധരീതികളും തന്ത്രങ്ങളും ശരിക്കും മനസ്സിലാക്കിയിരുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു നിർദ്ദേശം പറയുകയാണ്. കിടങ്ങുകൾ കീറിക്കൊണ്ട് സമതല പ്രദേശം ഭദ്രമാക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കിടങ്ങുകൾ കീറാൻ ആരംഭിച്ചു. ഈ തന്ത്രപ്രധാനമായ നീക്കം ശത്രുക്കളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു. മദീനയിൽ കാലുകുത്താൻ സാധിക്കാതെ കിടങ്ങിനപ്പുറം 1 മാസക്കാലത്തോളം അവർ അവരുടെ തമ്പുകളിൽ കഴിച്ചുകൂട്ടി. ഒടുവിൽ ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഉഗ്രമായ കൊടുങ്കാറ്റിനെ തുടർന്ന് അവരുടെ തമ്പുകളൊക്കെ നശിച്ചു പോവുകയും അവർ നെട്ടോട്ടമോടുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ ശത്രു സൈന്യം തോറ്റു പിന്മാറുകയും അവരുടെ മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്തു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധിയെയും ജ്ഞാനത്തെയും സ്വഭാവത്തെയും മതഭക്തിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിച്ചിട്ടുണ്ട്. ഈ ഖന്തക് യുദ്ധാവസരത്തിൽ സൽമാൻ ഞങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അൻസാരികളും അല്ല ഞങ്ങളിൽപ്പെട്ടവനാണ് എന്ന് മുഹാജിറുകളും അവകാശപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കൂട്ടരോടുമായി വിളിച്ചു പറയുകയാണ്, സൽമാൻ ഞങ്ങളിൽ നബി കുടുംബത്തിൽപ്പെട്ടവനാണ്.
സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സമരയോദ്ധാവും ത്യാഗിയുമായി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിച്ചു. അതിനുശേഷം ഖലീഫ അബൂബക്കറിൻ്റെയും ഖലീഫ ഉമറിൻ്റെയും ഖലീഫ ഉസ്മാൻ്റെയും റളിയല്ലാഹു അൻഹും തുടങ്ങിയവരുടെ കൂടെയും അദ്ദേഹം ജീവിച്ചു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതാപത്തിൻ്റെയും കാലഘട്ടത്തിൽ വയോധികനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുനിഞ്ഞിരുന്ന് ഈന്തപ്പന നാരു പിരിച്ച് കൊട്ടമടയുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മുട്ടോളം കയറി നിൽക്കുന്ന മുണ്ടുടുത്ത് ആർഭാടരഹിതനും സുഖലോല വിരക്തനുമായി അദ്ദേഹം ജീവിച്ചു. പൊതുഖജനാവിൽ നിന്നും അദ്ദേഹത്തിന് വലിയ ഒരു സംഖ്യ കിട്ടുമായിരുന്നു. എന്നാൽ അത് മുഴുവൻ അദ്ദേഹം ദാനം ചെയ്യുമായിരുന്നു. 1 ദിർഹം കൊണ്ട് ഞാൻ നാരു വാങ്ങി വേല ചെയ്യും. അത് വിറ്റാൽ 3 ദിർഹം കിട്ടും. 1 ദിർഹം തൊഴിലിന് തന്നെ മുതൽ മുടക്കും. 1 ദിർഹം കുടുംബത്തിന് ചെലവാക്കും. ശേഷിച്ച 1 ദിർഹം ധർമ്മം ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് വിലക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ തൊഴിൽ വിടുമായിരുന്നില്ല. മദായിനിലെ ഗവർണറായിരുന്ന കാലഘട്ടത്തിലും സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി മാറ്റിയിരുന്നില്ല. ഒരു ദിവസം ഒരു സിറിയക്കാരൻ അവിടെ എത്തിയപ്പോൾ ഈന്തപ്പഴക്കൊട്ട ചുമക്കാൻ വേണ്ടി ഒരാളെ നോക്കുകയാണ്. ഈ ഘട്ടത്തിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുവഴി നടന്നു വരികയാണ്. അദ്ദേഹത്തോട് ഈ കൊട്ട ഏറ്റി ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതും ഏറ്റി മുന്നോട്ട് നടന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെ കണ്ട് അമീറുന് സലാം എന്ന് പറയുന്നു. അത് കേട്ടപ്പോഴാണ് സിറിയക്കാരൻ അമളി പറ്റിയത് മനസ്സിലാകുന്നത്. അദ്ദേഹം ക്ഷമാപണത്തോടുകൂടി ചുമടിറക്കാൻ ശ്രമിച്ചപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അദ്ദേഹം അത് വീട് വരെ കൊണ്ടെത്തിച്ചു തന്നെ കൊടുത്തു. ഹിജ്റ 35 അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഈ സന്ദർഭത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുകയാണ്. അബൂ അബ്ദുല്ലാഹ്, താങ്കൾ എന്തിനാണ് കരയുന്നത്? താങ്കളെക്കുറിച്ച് സംതൃപ്തി അടഞ്ഞവനായിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിടവാങ്ങിയത്. അതിന് മറുപടിയായി സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണത്തെ പേടിച്ചിട്ടോ ഐഹിക പ്രതിപത്തി കൊണ്ടോ അല്ല ഞാൻ കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഒരു വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ പങ്ക് ഒരു സഞ്ചാരിയുടെ ഭക്ഷണപ്പൊതി പോലെ ആയിരിക്കണം എന്ന് അദ്ദേഹം നമ്മളോട് നിർദ്ദേശിക്കുകയുണ്ടായി. എന്നിട്ടിപ്പോൾ ഈ അമിത വസ്തുക്കൾ ഇതാ എൻ്റെ ചുറ്റും. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആ വസ്തുക്കൾ എന്താണെന്ന് പറയുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരു തളികയും വെള്ളമെടുക്കാൻ ഒരു പാത്രവും മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. തുടർന്ന് സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് എന്നോടുള്ള സന്ദേശം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅദ്, പ്രവൃത്തിയിലും ഭരണത്തിലും വിതരണത്തിലും താങ്കൾ അള്ളാഹുവിനെ ഓർക്കുക. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അത്യധികം ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെക്കാൻ തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിരുന്നു. രോഗശയ്യയിൽ കിടക്കുമ്പോൾ മരിക്കുന്ന ദിവസം അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് അത് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ഒരു പൊതി കസ്തൂരിയായിരുന്നു. മരണസമയത്ത് സുഗന്ധം പൂശാൻ വേണ്ടി അദ്ദേഹം ഒരു അമൂല്യ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതായിരുന്നു അത്. ഒരു കോപ്പ വെള്ളത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു ആ കസ്തൂരി ഇട്ടു. സ്വന്തം കൈകൊണ്ട് തന്നെ അത് ശരിക്കും ചാലിച്ചതിന് ശേഷം ഭാര്യയോട് അത് തൻ്റെ ചുറ്റും തളിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികൾ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരും. അവർ ഭക്ഷണം കഴിക്കുകയില്ല. സുഗന്ധം അവർക്കിഷ്ടമാണ്. കസ്തൂരി തളിച്ചു കഴിഞ്ഞപ്പോൾ കതകടച്ച് പുറത്തേക്ക് പോകാൻ അദ്ദേഹം ഭാര്യയോട് നിർദ്ദേശിച്ചു. അല്പസമയത്തിന് ശേഷം അവർ വന്ന് നോക്കിയപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പരലോകം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ലുക്മാനുൽ ഹക്കീം എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ഞങ്ങളിൽ, അതായത് നബി കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. ലുക്മാനുൽ ഹക്കീമിനോട് കിടപിടിക്കാൻ അദ്ദേഹത്തെപ്പോലെ മറ്റൊരാളെ കാണാൻ പ്രയാസം. ഐഹിക ജ്ഞാനവും പാരത്രിക ജ്ഞാനവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. ആദ്യ ഗ്രന്ഥവും അന്ത്യഗ്രന്ഥവും അദ്ദേഹം വായിച്ചു. വറ്റാത്ത ഒരു സമുദ്രമായിരുന്നു അദ്ദേഹം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.